Hello, hi my dear students, welcome to Xylem SLEC. So നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് വളരെ യൂസ്ഫുൾ ആകുന്ന മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് എന്ന ചാപ്റ്ററിലെ ഒരു ഷോർട്ട് കട്ട് ഐഡിയ ഏറ്റവും കൂടുതലായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് അത് നമുക്ക് നോർമലി എങ്ങനെ ചെയ്യാം, അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി നോർമലി ചെയ്യുന്ന മെത്തേഡും അതോടൊപ്പം ഇനി അതേ പാറ്റേണിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഷോർട്ട് കട്ടിലൂടെ വിത്തിൻ 1 മിനിറ്റ് ചെയ്യുന്ന ഐഡിയയും. നോർമൽ മെത്തേഡ് ആദ്യം പറയുന്നത് ആ കോൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ആദ്യം വേണം. ഏത് ഷോർട്ട് കട്ട് പറയുമ്പോഴും നമ്മൾ അങ്ങനെയാണ് എപ്പോഴും ക്ലാസ്സിൽ പറയാനുള്ള ഒരു പോയിന്റ് ആണ്. ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ ചുമ്മാ ഒരു ഫോർമുല മാത്രം ബൈഹാർട്ട് ചെയ്യലല്ല, ആ ഷോർട്ട് കട്ട് എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിൻ്റെ ഒരു സിറ്റുവേഷൻ. എല്ലാ ഷോർട്ട് കട്ടുകളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെപ്പണാണ്, ബട്ട് അത് നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാവൂ. ബിക്കോസ് അത് ആ ഒരു പ്രത്യേക സിറ്റുവേഷനിലായിരിക്കും അത് വർക്കൗട്ട് ആവുക. സോ അത്തരത്തിലുള്ള മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, അല്ലെങ്കിൽ ആ ചാപ്റ്റർ നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് എന്നും പറയാറുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരുപാട് സിറ്റുവേഷൻസിനെ കുറിച്ച് നമ്മൾ ആ ചാപ്റ്ററിൽ കാണുന്നുണ്ട്. ആ ചാപ്റ്ററിന്റെ ഒരു കോർ പോയിന്റ് എന്താണ്? ആ ചാപ്റ്ററിന്റെ കോർ പോയിന്റ് എന്ന് പറയുന്നത് കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ. ആ കണ്ടക്ടറിലൂടെ കറണ്ട് പോകുന്നതിനനുസരിച്ച് സി ഇഫ് ദിസ് ഈസ് എ കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട്, നമുക്കറിയാം ആ കറണ്ടിനനുസരിച്ച് ആ കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ കാണാൻ നമ്മൾ ബിയോട്ട്-സാവാർട്ട് ലോ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിന്റെ ജനറൽ ഫോം നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാനുള്ള റൂള്, റൈറ്റ് ഹാൻഡ് റൂൾ എന്ന റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാറുള്ളത്. ഇവിടെ എൻട്രൻസിന് വരുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുക എന്താന്ന് വെച്ചാൽ, ഒരു സിംഗിൾ കണ്ടക്ടറിന് പകരം ഒന്നിലധികം കണ്ടക്ടറുകളുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് തരും. അപ്പൊ അതുപോലെ നമുക്ക് തരാവുന്ന ഒരു സാധനമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു പോളിഗൺ. പോളിഗൺ എന്ന് പറയുമ്പോൾ പല സൈഡുകളുള്ള റെഗുലർ പോളിഗൺ ആയിരിക്കും, പല നമ്പർ ഓഫ് സൈഡുകളുള്ള കറണ്ട് ക്യാരി ചെയ്യുന്ന സ്ട്രക്ചറുകൾ. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് സ്ക്വയർ ഷേപ്പുള്ള ഒരു സ്ട്രക്ചറാണ്. ദാറ്റ് ഈസ് അഗൈൻ എ പോളിഗൺ. 4 ഈക്വൽ സൈഡുകളുള്ള ഒരു സ്ക്വയർ, അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ട് ഫ്ലോ കാരണം സ്ക്വയറിന്റെ സെന്ററിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും? അതുപോലെ ഇവിടെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു പോളിഗണിൽ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6 ഈക്വൽ സൈഡുകളുള്ള ഒരു സ്ട്രക്ചർ. എല്ലാ സൈഡും ഈക്വൽ ലെങ്ത് ആണ്, അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് I. അപ്പൊ ഇതിലെ ഇങ്ങനെ കറണ്ട് പോയാൽ ഡെഫിനറ്റ്ലി ഈ കറണ്ട് സെയിം കറണ്ട് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും I. അതേ കറണ്ട് തന്നെ ഇതിലെ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ കറണ്ട് കൊണ്ടും ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും അതിന്റെ ടോട്ടൽ വാല്യൂവും എത്ര? ഓക്കെ, നോർമലി നമ്മൾ കാണുന്നത് പലപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ക്വയർ ലൂപ്പാണ്. ഇത് സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ദിസ് ഈസ് എ സ്ക്വയർ, സൈഡ് ലെങ്ത് ഈസ് ഗിവൺ L, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് I. സോ ഇങ്ങോട്ടേക്ക് ഈ കറണ്ട് ഡയറക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആ കറണ്ട് താഴോട്ടേക്ക്, ദെൻ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് വന്നു, മുകളിലോട്ട് പോയി, ആ കറണ്ട് അതിലെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? ഇത് നമ്മൾ ആക്ച്വലി കാണുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ 4 ഫൈനൈറ്റ് ലെങ്ത് കണ്ടക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സി ദിസ് ഈസ് എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L. ഫൈനൈറ്റ് ലെങ്ത് കണ്ടക്ടർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സിംഗിൾ കണ്ടക്ടറിന്റെ ഫോർമുല ഓർമ്മയുണ്ടോ? അതാണ് നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത്. ഞാൻ ഇക്വേഷൻ അങ്ങ് എഴുതാം. B എന്ന് പറയുന്നത് μ0 I by 4 pi r into sin theta 1 plus sin theta 2 for a single finite length conductor. ആരാണ് ഈ θ1 ഉം θ2 ഒക്കെ? സി നമുക്കിതിൽ തൽക്കാലം ഈ 4 സൈഡുള്ള ഈ സ്ട്രക്ചറിൽ ഒരു സൈഡ് മാത്രം നമുക്ക് തൽക്കാലം കൺസിഡർ ചെയ്യാം. എനി വൺ സൈഡ്. നിങ്ങളിപ്പോൾ ഈ സൈഡാണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിച്ചോളൂ. ഓക്കെ, ഇതുപോലുള്ള 4 ഐഡന്റിക്കൽ സൈഡ് ആണല്ലോ മൊത്തത്തിൽ ഈ സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഞാൻ ആദ്യം ഈ ഒരു സൈഡ് മാത്രം കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഈ നമുക്ക് ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്കുള്ള ദൂരം നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം. അത് ഉറപ്പായിട്ടും ഈ സൈഡ് ലെങ്ത് L ആണെങ്കിൽ ഈ സൈഡ് ഈ ദൂരം എന്ന് പറയുന്നത് L/2 ആയിരിക്കില്ലേ? അതാണ് ഇവിടെ R കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ജനറൽ ഇക്വേഷനിലെ μ0 I by 4 pi r R ഈ കാണുന്ന ദൂരമാണ്. ഇനി ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ പോയിന്റിൽ നിന്ന് കൺസിഡർ ചെയ്ത കണ്ടക്ടറിന്റെ ബോട്ടത്തിലേക്കും ടോപ്പിലേക്കും 2 ലൈൻസ് വരച്ചാൽ ആ ലൈൻസ് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആണ് ആക്ച്വലി ഈ θ1 ഉം θ2 അല്ലേ?
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് θ1 കാണാം, ഇവിടെ നിങ്ങൾക്ക് θ2 കാണാം, θ1 and θ2. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് ആ ഒരു ആംഗിളുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണേണ്ടത്. ഇതിപ്പോ അങ്ങനെയുള്ള ഒരു സൈഡല്ലേ ആയിരിക്കുന്നേ, ഇതേപോലെ തന്നെയല്ലേ മറ്റ് 3 സൈഡുകളും ഐഡന്റിക്കൽ ആണല്ലോ. സോ ഒരു സൈഡ് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഫീൽഡ് കാണുന്ന സമയത്ത് ഒരു സ്ക്വയറിന്റെ കേസിൽ നമുക്കതിനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആകും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 4 പൈ ആറിന് പകരം കൊടുക്കുന്നു L/2 ഇൻറ്റു സൈൻ θ1. θ1 ഇവിടെ ഒരു സ്ക്വയറിന്റെ കേസിലാണെങ്കിൽ θ1 പകരം ഈ ആംഗിൾ ഡെഫിനറ്റ്ലി അത് 45 ഡിഗ്രി ആയിരിക്കും, ഇതും 45 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് ഈ ടോട്ടൽ ആംഗിൾ 90 ആണ് നമുക്കറിയാം. അപ്പോൾ ഇത് രണ്ടും വരുന്നത് 45 ഈച്ച് ആണ്. സോ സൈൻ 45 പ്ലസ് സൈൻ 45, സൈൻ 45 1/√2 അല്ലേ. സോ 1/√2 പ്ലസ് 1/√2, ദാറ്റ് ഈസ് 2/√2. വി നോ ദാറ്റ്. ഇതാണ് ഫീൽഡ് ഡ്യൂ ടു വൺ സൈഡ്. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഓൺലി വൺ സൈഡ് ആണ്, ഓൺലി വൺ സൈഡ്. വൺ സൈഡ് എന്ന് പറയുന്നത് 1 ഫൈനൈറ്റ് ലെങ്ത് കണ്ടക്ടർ ആണ്. ഫൈനൈറ്റ് ലെങ്ത് കണ്ടക്ടറിന്റെ ഫോർമുല കൊടുക്കുന്നു, അതിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് ഇതിനൊന്നും കൂടി ഒന്ന് വേണമെങ്കിൽ ചെറുതാക്കി കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ ഈ 2 and 4 ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 2πL വരുന്നുണ്ട്, 2πL. പിന്നെ ഇവിടെ 1/√2 പ്ലസ് 1/√2 2/√2 വരുന്നുണ്ട്, 2/√2. അഗൈൻ ഈ 2 and 2 ഗെറ്റ് ക്യാൻസൽഡ് അല്ലേ, ഇത് നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. സോ ഫൈനൽ ഇക്വേഷൻ ഫോർ വൺ സൈഡ് വരുന്നത് μ0 I ബൈ πL ഇൻറ്റു √2 എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നു ഫോർ വൺ സൈഡ്. ഇനി ആ സ്ക്വയർ കംപ്ലീറ്റ് ആവണമെങ്കിൽ അങ്ങനെ 4 സൈഡുകൾ വരണ്ടേ. സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 4 ടൈംസ് ആയിരിക്കില്ലേ. സോ ഞാൻ അടുത്തൊരു പേജിലേക്ക് എഴുതാം. therefore ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 4 ടൈംസ് ഓഫ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന μ0 I ഡിവൈഡഡ് ബൈ πL√2. സോ μ0 I ഡിവൈഡഡ് ബൈ πL ഇൻറ്റു √2. വേണമെങ്കിൽ നമുക്ക് ഈ 4ഉം √2 ഒന്നും കൂടെ കട്ട് ചെയ്യാം. 4 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു √2 ആണല്ലേ. 4 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം, 4 ഈസ് 2 ഇൻറ്റു √2 ഇൻറ്റു √2, അതാണല്ലോ 4. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു √2 കട്ട് ചെയ്യാം. സോ ഒരു √2 കട്ട് ചെയ്യാതെ ബാക്കി ഉണ്ടാവുക 2√2 μ0 I ഡിവൈഡഡ് ബൈ πL എന്നാണ് ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ടോട്ടൽ. അപ്പൊ ഇങ്ങനെ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഇനി കറണ്ടിന്റെ വാല്യൂവും ആ ഒരു സൈഡ് ലെങ്ത്തിന്റെ വാല്യൂവും ഒക്കെ തന്നിരുന്നെങ്കിൽ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു സ്ക്വയറിന്റെ കേസ്. അപ്പൊ ഇതേപോലെ നമ്മൾ ആദ്യം കണ്ട ഹെക്സഗൺ ചെയ്യാൻ പോയാലോ. ഹെക്സഗൺ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും 1 ഫൈനൈറ്റ് സൈഡ് എടുക്കണം. ആ 1 ഫൈനൈറ്റ് സൈഡിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് കാണണം. ഓക്കെ, ഇതിന്റെയും സൈഡ് ലെങ്ത് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സൈഡ് ലെങ്ത് ഈസ് L, സൈഡ് ലെങ്ത് L ആണ്. സോ നമ്മൾ ഏതെങ്കിലും ഒരു എല്ലാ സൈഡും അപ്പൊ L ആയിരിക്കും കേട്ടോ, ഈ കാണുന്നതും ബിക്കോസ് ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6 സൈഡ്സ് ആർ ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ L സൈഡ് ലെങ്ത് ഉള്ള ഒരു ഹെക്സഗൺ, അതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ എടുക്കുന്നു. അതിൽ നിന്ന് നമുക്ക് ഫീൽഡ് കാണേണ്ട സ്ഥലത്തേക്കുള്ള ആ ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. ദെൻ അവിടുന്ന് θ1ഉം θ2ഉം കിട്ടാൻ വേണ്ടി 2 ഡിസ്റ്റൻസുകൾ അഗെയിൻ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് θ1 θ2 വരുന്നത്. ആ θ1ഉം θ2ഉം കണ്ടുപിടിക്കണം. ഈ കാണുന്ന ദൂരമായ R എന്ന ഡിസ്റ്റൻസ് കാണണം. ദെൻ അങ്ങനെയുള്ള 6 സൈഡുകൾ ഉണ്ടാകും. ഒരു സൈഡിനെ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 6 എന്ന് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ഇപ്പോൾ സ്ക്വയറിലാണെങ്കിലും ഹെക്സഗണിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ലെങ്തി ആണ്. ബട്ട് നമ്മൾ ഇതിന് ഷോർട്ട് കട്ട് കണ്ടാലോ, ഇതിന്റെ ഷോർട്ട് കട്ടാണ്. സോ നമ്മളിവിടെ ഇക്വേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഏത് തരം റെഗുലർ പോളിഗൺ വന്നാലും റെഗുലർ പോളിഗൺ ആയിരിക്കണേ. റെഗുലർ പോളിഗൺ എന്ന് വെച്ചാൽ ഇപ്പോൾ സ്ക്വയർ പോലെ 4 സൈഡും ഈക്വൽ, അല്ലെങ്കിൽ ഹെക്സഗൺ പോലെ 6 സൈഡുകളും ഈക്വൽ, അല്ലെങ്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ് B is equal to μ0 NI by πL into tan pi by n into sin pi by n. ഇതിൽ n കാണിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്, നമ്പർ ഓഫ് സൈഡ്സ്. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ബാക്കിയെല്ലാം അവിടെ വളരെ കൃത്യമായിട്ട് അവിടെയുണ്ട്. സോ നമ്മൾ ഈ ഇക്വേഷൻ നമ്മളൊന്ന് സ്ക്വയറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. 4 സ്ക്വയർ എന്ത് വേണ്ടി വരും? സ്ക്വയർ ആകുമ്പോൾ n എന്നതിന് നമ്മൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. n ഈക്വൽ ടു 4. സോ എന്താണ് ബി വരിക? ബി ഇസ് ഈക്വൽ ടു μ0 4i ഡിവൈഡഡ് ബൈ πL ഇൻറ്റു tan pi by n, that is tan pi by 4
ഇൻറ്റു സൈൻ പൈ ബൈ എൻ, ദാറ്റ് ഈസ് സൈൻ പൈ ബൈ 4 ഇങ്ങനെ വരും. ടാൻ പൈ ബൈ 4 1 ആണ് നമുക്കറിയാമല്ലോ അല്ലേ. ടാൻ പൈ ബൈ 4 ടാൻ 45 ഡിഗ്രി ദാറ്റ് ഈസ് 1. സൈൻ പൈ ബൈ 4 അത് 1/√2 ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു 4i ഡിവൈഡഡ് ബൈ പൈ എൽ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ √2. നേരത്തെ നമ്മൾ ചെയ്തപോലെ 4 ആൻഡ് √2 കട്ട് ചെയ്താൽ നമുക്ക് 2√2 എന്ന് കിട്ടും. സോ 2√2 μ0i ബൈ പൈ എൽ എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. അത് തന്നെയല്ലേ നേരത്തെയും കിട്ടിയതാ, 2√2 μ0i ബൈ പൈ എൽ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. ഇത് ഇത്തരത്തിലുള്ള ഏത് ചോദ്യങ്ങൾ വന്നാലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സിറ്റുവേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു റെഗുലർ പോളിഗൺ ആയിരിക്കണം. അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണം. അതിൻ്റെ സെന്ററിലുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ചോദിക്കണം. ഈ രൂപത്തിൽ സൈഡ് ലെങ്ത്തും കൂടെ തന്നാൽ, ഇവിടെ ഇക്വേഷനിൽ ഈ എൽ കാണിക്കുന്നത് സൈഡ് ലെങ്ത് ആണ്. ഇത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ഏത് റെഗുലർ പോളിഗണും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം. ഒരു ട്രയാങ്കിളിന്റെ കേസ് വന്നാലോ. ട്രയാങ്കിൾ സൈഡ് ലെങ്ത് തന്നിരിക്കുന്നു എൽ. അപ്പോൾ ഇതിൽ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും, ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും, ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. സോ നേരത്തെ പോലെ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്നുള്ള ലെങ്ത് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ ആ പോയിന്റിൽ നിന്ന് കണ്ടക്ടറിന്റെ 2 ഭാഗത്തേക്കും ലൈൻസ് വരച്ചിട്ട് ആംഗിൾസ് കണ്ടുപിടിക്കണം. അതിനൊന്നും പോകണ്ട, നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യണ്ട. നേരെ ഫോർമുലയിൽ കൊടുക്കുക. എന്താ ഫോർമുല? μ0 ni ബൈ പൈ എൽ ടാൻ പൈ ബൈ എൽ ഇൻറ്റു സൈൻ പൈ ബൈ എൽ. ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതാം. ബി ഇസ് ഈക്വൽ ടു μ0 ni എന്ന് പറയുമ്പോൾ 3 അല്ലേ. ട്രയാങ്കിൾ ആകുമ്പോൾ അത് 3 സൈഡാണല്ലോ. സോ μ0 ni 3i by pi l into tan pi by n tan pi by 3 into sin pi by n sin pi by 3. ഇതാണ് ഇക്വേഷൻ വരിക. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 3i ഡിവൈഡഡ് ബൈ പൈ എൽ ഇൻറ്റു ടാൻ പൈ ബൈ 3 അല്ലേ, അല്ലെങ്കിൽ ടാൻ 60 ഡിഗ്രി. എത്രയാണ് വരുന്നത്? ടാൻ 60 എന്ന് പറയുമ്പോൾ √3 അല്ലേ. √3 ഇൻറ്റു എന്താണ് സൈൻ പൈ ബൈ 3? sin pi by 3 sin 60 is √3 by 2. അപ്പോൾ എല്ലാം കൂടെ 3 ആയി. √3 അപ്പോൾ 3 ആണ്. 3 × 3 9 ആണ്. 9 μ0i. സോ ദിസ് ഈസ് ഈക്വൽ ടു 9 μ0i ബൈ 2 പൈ എൽ എന്ന് കിട്ടും ഇക്വേഷൻ. അപ്പോൾ ആ ഫോർമുല അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അത് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഹെക്സഗണോ, ഈ ഹെക്സഗണിന്റെ കേസിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക? ഹെക്സഗൺ എന്ന് പറയുമ്പോൾ n = 6 അല്ലേ കൊടുക്കേണ്ടത്. ഇക്വേഷൻ നമുക്ക് നോക്കാം. b ഈസ് ഈക്വൽ ടു μ0 ni 6i ബൈ പൈ എൽ ഇൻറ്റു ടാൻ പൈ ബൈ n ടാൻ പൈ ബൈ 6 ഇൻറ്റു സൈൻ പൈ ബൈ 6. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 6i ഡിവൈഡഡ് ബൈ പൈ എൽ ഇൻറ്റു ടാൻ പൈ ബൈ 6. പൈ ബൈ 6 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ ടാനിൻ്റെ 1/√3 ആണ് നമുക്കറിയാം. സോ 1/√3 ഇൻറ്റു സൈൻ പൈ ബൈ 6 ഓർ സൈൻ 30 ദാറ്റ് ഈസ് 1/2 അല്ലേ. 1/2. സോ ദിസ് നമുക്ക് 2 and 6 വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടൈംസ് വരുന്നുണ്ട് അല്ലേ. 3 ടൈംസ് വരും. 3യും √3യും കൂടെ വേണമെങ്കിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ √3 കൊടുക്കാം. സോ √3 μ0i ഡിവൈഡഡ് ബൈ പൈ എൽ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ ഏത് പോളിഗൺ സ്ട്രക്ചർ വന്നാലും നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക. സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം, അവിടെ ആ സിറ്റുവേഷനിൽ കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് അതിലൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സെൻറ്ററിലുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ടാണ്. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് എക്സാമിനുകൾക്ക് വന്നിട്ടുണ്ട്. സോ ഇത് വന്നാൽ ഇനി വിട്ട് കളയരുത്. സോ ഇതുപോലുള്ള ഒരുപാട് ഷോർട്ട് കട്ടുകൾ നമ്മുടെ ചാനലിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്ലാസ്സുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക, റെഗുലറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള മറ്റേതെങ്കിലും പോയിന്റുകളിലെ ഷോർട്ട് കട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നമ്മൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളും ചെയ്യുന്നതായിരിക്കും. സോ ഓക്കെ മക്കളെ, ബൈ ബൈ, സീ യു അഗെയിൻ.